വെൽക്കം ടു ഷിദാസ് ടോക്ക്. ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റായ ഡ്രീംസ് റിയലൈസ്ഡ് എന്ന ഭാഗത്തുള്ള 3 ആക്ടിവിറ്റീസാണ് നോക്കുന്നത്. കോൺവെർസേഷൻ, ലെറ്റർ, സ്പീച്ചിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ്, അതിനോടൊപ്പം തന്നെ അതിനോട് ചേർത്ത് വരുന്ന ഫ്രേസൽ വെർബൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേഷൻ എന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ല, കുറച്ച് ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ലെങ്ത്തിൻ്റെ പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ആക്ടിവിറ്റി 1 ഇൻട്രൊഡക്ഷനും ആക്ടിവിറ്റി 2 റൈറ്റപ്പും ആക്ടിവിറ്റി 3 ക്വസ്റ്റ്യനാറും ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനും ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള ഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്ന് കോൺവെർസേഷനാണ് അല്ലേ. അപ്പോൾ എന്താണ് ആ ക്വസ്റ്റ്യൻ? എന്താ? ഗാന്ധിജി സെക്രട്ടറി ഇൻഫോംസ് ഹിം ദാറ്റ് ചാപ്ലിൻ വിഷസ് ടു മീറ്റ് ഹിം അല്ലേ. ഗാന്ധിജിയുടെ സെക്രട്ടറി ഗാന്ധിജിയെ അറിയിച്ചു ചാപ്ലിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിജിയെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആസ് ഗാന്ധിജി ഡസ് നോട്ട് നോ ചാപ്ലിൻ, ദ സെക്രട്ടറി ടെൽസ് ഹിം അബൌട്ട് ചാപ്ലിൻ. റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗാന്ധിജി ആൻഡ് ഹിസ് സെക്രട്ടറി. അപ്പോൾ ഗാന്ധിജിക്ക് ചാപ്ലിനെ അറിയാത്തത് കൊണ്ട് തന്നെ ചാപ്ലിനെ കുറിച്ചുള്ള ഗാന്ധിജിയും ആ സെക്രട്ടറിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഈ കോൺവെർസേഷൻ ഫസ്റ്റ് സെക്രട്ടറി എന്ത് പറയും? ബാബുജി, മിസ്റ്റർ ചാർലി ചാപ്ലിൻ ഹാസ് റിക്വസ്റ്റഡ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് യു. അപ്പോൾ ബാബുജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സ്നേഹത്തോടു കൂടി ഗാന്ധിജിയെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ പറഞ്ഞു മിസ്റ്റർ ചാർലി ചാപ്ലിൻ ഹാസ് റിക്വസ്റ്റഡ് ആൻ അപ്പോയിൻറ്റ് വിത്ത് യു അല്ലേ, താങ്കളെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു അപ്പോയിൻമെൻ്റ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം ഗാന്ധിജി എന്ത് പറയാണ്? ഹു ഈസ് ദിസ് ഡിസ്റ്റിങ്ഷ്ഡ് പേഴ്സൺ മിസ്റ്റർ ദേശായി? ആരാണ് ഈ മഹത് വ്യക്തി, ഈ പറയപ്പെടുന്ന വ്യക്തി ആരാണ്? ദേശായി എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ സെക്രട്ടറി എന്ത് പറയാ? ഹി ഈസ് എ സെലിബ്രിറ്റി, എ ഗ്രേറ്റ് ഫിലിം ആർട്ടിസ്റ്റ് അല്ലേ, ഒരു ഫിലിം ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ സെക്രട്ടറി പറയും. അപ്പം ഗാന്ധിജി എന്താ പറയുക? എ ഫിലിം ആർട്ടിസ്റ്റ്, വൈ ഡസ് ഹി വാണ്ട് ടു മീറ്റ് സം വൺ ലൈക്ക് മീ അല്ലേ, എന്നെപ്പോൾ ഒരാളെ എന്തിനാണ് ഈ ഫിലിം ആർട്ടിസ്റ്റ് കാണേണ്ട ആവശ്യം? അപ്പോൾ സെക്രട്ടറി എന്താ പറയുന്നത്? ഹീ ഈസ് നോട്ട് ജസ്റ്റ് എ ഫിലിം സ്റ്റാർ, ഹീ അണ്ടർസ്റ്റാൻഡ്സ് ദ ലിവ്സ് ആൻഡ് ദ ലൈഫ്സ് ആൻഡ് സ്ട്രഗിൾസ് ഓഫ് കോമൺ പീപ്പിൾ. അപ്പം ഇത് വെറും ഒരു ഫിലിം സ്റ്റാർ അല്ല, അദ്ദേഹം സാധാരണക്കാരുടെ ആ ഒരു ജീവിത രീതിയും ആ ഒരു സ്ട്രഗിളൊക്കെ മനസ്സിലാക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി എന്ത് പറയും? മോസ്റ്റ് സെലിബ്രിറ്റീസ് ആർ ഡിസ്റ്റൻറ്റ് ഫ്രം കോമൺ പീപ്പിൾ ആൻഡ് ദേ. അപ്പോൾ കൂടുതൽ ആൾക്കാരും എന്താണ്, എല്ലാ സെലിബ്രിറ്റികളും സാധാരണ ആളുകളിൽ നിന്നും വളരെ അകലെയാണ്, വ്യത്യസ്തമായ, വളരെ സാധാരണക്കാരെ പോലെയുള്ളതല്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പം സെക്രട്ടറി എന്താ പറയും? യെസ്, മെനി ആർ, ബട്ട് ചാപ്ലിൻ ഈസ് ഡിഫറെൻറ്റ്. അതെ, കുറേ ആൾക്കാരും അങ്ങനെയാണ്, സാധാരണ ആൾക്കാരെ പോലെ ഒന്നല്ല സെലിബ്രിറ്റീസ്. പക്ഷേ ചാപ്ലിൻ എന്ന് പറയുന്നത് എന്താ, തികച്ചും വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി എന്ത് പറയും? ഹൗ ഈസ് ഹി ഡിഫറെൻറ്റ്, വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ഹിം? അയാൾ എങ്ങനെയാണ് അതിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത്, അയാൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സെക്രട്ടറി പറയാണ്, ഹി കംസ് ഫ്രം കോമൺ പീപ്പിൾ ആൻഡ് ലിവ്സ് ഫോർ ദം. അബവ് ഓൾ ഹി മേക്സ് മില്യൺസ് ഓഫ് പീപ്പിൾ ലാഫ് ത്രൂ ഹിസ് ഫിലിംസ്. സാധാരണക്കാരിൽ നിന്ന് വന്നതാണ്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ സാധാരണക്കാർ ആൻഡ് ലിവ്സ് ഫോർ ദം, സാധാരണക്കാർക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. കൂടാതെ കോടിക്കണക്കിന് ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ ഫിലിമിലേക്ക് കൂടി ചിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഗാന്ധിജി എന്താണ് പറയുന്നത്? ഓ, ദെൻ ഹീ ഈസ് ട്രൂലി എ ഗ്രേറ്റ് മാൻ, ലെറ്റ്സ് അറേഞ്ച് എ മീറ്റിംഗ് വിത്ത് ഹിം. ഓ, അങ്ങനെയാണെങ്കിൽ അയാൾ നല്ലൊരു ഗ്രേറ്റായ മഹാനായ വ്യക്തി തന്നെയാണ്, നമുക്ക് എന്ത് ചെയ്യാം, അയാളെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള
ഒരു മീറ്റിംഗ് അത് നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ സെക്രട്ടറി എന്ത് പറയാണ്, താങ്ക് യു ബാബുജി, ഐ വിൽ ഇൻഫോം ചാപ്ലിൻ അബൌട്ട് യുവർ വില്ലിങ്നെസ് ടു മീറ്റ് ഹിം. ഞാൻ എന്ത് ചെയ്യാം, താങ്കൾ അദ്ദേഹത്തെ കാണാൻ സമ്മതിച്ച വിവരം ഞാൻ അറിയിച്ചോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഈ കോൺവെർസേഷൻ എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ കോൺവെർസേഷൻ എഴുതാം. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്യേണ്ടതായിട്ടുള്ള വർക്ക് ലെറ്ററാണ്. ഇമാജിൻ ചാപ്ലിൻ റൈറ്റ്സ് എ ലെറ്റർ ടു എ ഫ്രണ്ട് റെഫറിങ് ടു ദ വേ ഹി വാസ് ഇൻസ്പയർഡ് ബൈ ഗാന്ധിജി ടു സർവ് സൊസൈറ്റി. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്ലിൻ എന്ത് ചെയ്യുന്നു, ഗാന്ധിജിയെ മീറ്റ് ചെയ്തതും ഗാന്ധിജിയിൽ ഇൻസ്പയറായിട്ട് എങ്ങനെയാണ് ഒരു സൊസൈറ്റിയെ സേവിക്കേണ്ടെന്നുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, ചാപ്ലിൻ ഇൻസ്പയറായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിനൊരു ലെറ്റർ എഴുതണം. അപ്പോൾ ആ ലെറ്റർ എങ്ങനെയായിരിക്കും എന്നാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ലെറ്റർ ഒന്ന് എഴുതി നോക്കാം. ഈ ലെറ്റർ എഴുതുമ്പോൾ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്, ലെറ്ററിൻ്റെ ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും വിട്ടുപോകരുത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യം നമ്മുടെ ഒരു അഡ്രസ്സ് അല്ലേ അത് നമ്മൾ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ താഴെ ഡേറ്റ് അല്ലേ, നമ്മൾ എഴുതുന്ന ഡേറ്റ്, മന്ത്, ഇയർ അതൊക്കെ കൊടുത്തു. അതിനുശേഷം സാല്യൂട്ടേഷൻ, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പേര് വെച്ചിട്ടുള്ള ഒരു സാല്യൂട്ടേഷനും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ ഐ ഹോപ്പ് യു ആർ ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് സ്പിരിറ്റ്. ഐ വാണ്ട് ടു ഷെയർ ആൻ എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് ഐ ഹാഡ് റീസെൻ്റ്ലി. ഐ ഹാഡ് ദ പ്രിവിലേജ് ഓഫ് മീറ്റിംഗ് മഹാത്മാഗാന്ധി ആൻഡ് ദിസ് മീറ്റിംഗ് ലെഫ്റ്റ് എ പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഓൺ മീ. അപ്പോൾ അല്ലേ ആ ഒരു കണ്ടൻറ്റിൽ പറയുകയാണ്, ആദ്യം ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിനുശേഷം പറയുകയാണ്, എനിക്ക് അസാധാരണമായ ഒരു അനുഭവം ഈ അടുത്ത കാലത്തായിട്ടുണ്ടായി, അത് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എനിക്ക് മഹാത്മാഗാന്ധിയുമായി കണ്ടുമുട്ടുന്നുള്ള ഒരു അവസരവും അതിനുശേഷം എന്നിലുണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റൊക്കെയാണ് ഈ ഒരു കത്തിൽ പറയാൻ പോകുന്നത്. ഈ വിവരങ്ങളൊക്കെ ആദ്യം ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു. ഇനി ആ ഒരു കാര്യങ്ങളൊക്കെ പറയാണ്. ഐ ഹാഡ് ഓൺലി ഹേർഡ് ഓഫ് മഹാത്മാഗാന്ധി ബിഫോർ ബട്ട് മീറ്റിംഗ് ഹിം ഇൻ പേഴ്സൺ വാസ് എൻചാൻഡിങ്. അപ്പം മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു മീറ്റിംഗ് എന്നെ ശരിക്കും വല്ലാതെ വശംവദനാക്കി, അല്ലെങ്കിൽ വല്ലാതെ ആകർഷിച്ചു. ഹിസ് ഗ്രേറ്റ് പേഴ്സണാലിറ്റി ഈസ് ട്രൂലി ഇൻഡിസ്ക്രൈബിൾ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി വിവരണാതീതമാണ് അല്ലെ, വിവരിക്കാൻ കഴിയാത്തതാണ്. ഹിസ് വേർഡ്സ് അബൌട്ട് ദ സിമ്പിൾ യെറ്റ് പവർഫുൾ ഫിലോസഫി ഓഫ് നോൺ വയലൻസ് ആൻഡ് ട്രൂത്ത് ടച്ച്ഡ് മൈ ഹാർട്ട് ഡീപ്ലി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിലോസഫിയും തത്വചിന്തയും ആ ഒരു നോൺ വയലൻസിനെ കുറിച്ചുള്ള ഫിലോസഫിയും പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രൂത്തും ആ ഒരു സത്യവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഹൃദയത്തെ വളരെ ആഴത്തിൽ തൊട്ടുണർത്തിയിട്ടുണ്ട്. ഹി സ്പോക്ക് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സർവിങ് സൊസൈറ്റി, അണ്ടർസ്റ്റാൻഡിങ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് കോമൺ പീപ്പിൾ ആൻഡ് ട്രൈങ് ടു അപ്ലിഫ്റ്റ് ദം. അല്ലേ, അദ്ദേഹം എന്തിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ സൊസൈറ്റിയെ സേവിക്കേണ്ട കാര്യത്തെക്കുറിച്ചിട്ടും സാധാരണ ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കേണ്ടതിനെക്കുറിച്ചും അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഹിസ് എഡ്യൂക്കേഷൻ ടു ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഹിസ് വ്യൂസ് ഓൺ ട്രൂ എഡ്യൂക്കേഷൻ ആൻഡ് സെൽഫ് റിലയൻസ് വെർ ട്രൂലി ഇൻസ്പയറിങ്. അല്ലേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു വിദ്യാഭ്യാസവും ഹിസ് ഡെഡിക്കേഷൻ ടു ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അർപ്പണബോധവും ആൻഡ് ഹി വ്യൂ ഓൺ ട്രൂ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എന്ന് പറയുന്ന യഥാർത്ഥ വിദ്യാഭ്യാസത്തിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും എല്ലാം എന്താണ്, ശരിക്കും ഇൻസ്പയറിംഗ് ആണ്. ദിസ് മീറ്റിംഗ് ടോട്ട് മീ എ വാല്യുബിൾ ലെസൺ. ഈ ഒരു മീറ്റിംഗ്, അദ്ദേഹവുമായിട്ടുള്ള ഒരു മീറ്റിംഗ് എനിക്ക് വലിയൊരു പാഠമാണ് പഠിപ്പിച്ചെന്നത്, മൂല്യവത്തായ ഒരു പാഠമാണ് പഠിപ്പിച്ചെന്നത്. ഐ ക്യാൻ യൂസ് മൈ പ്ലാറ്റ്ഫോം ടു ഹൈലൈറ്റ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ബ്രിങ് ജോയ് ആൻഡ് ഹോപ്പ് ടു ദോസ് ഹൂ നീഡ് ഇറ്റ് മോസ്റ്റ്. Gandhiji's words reminded me of the power of laughter and how it can be force for good in the world. അപ്പോൾ ഗാന്ധിജിയുടെ ആ ഒരു സന്ദേശത്തിൽ ആകൃഷ്ടനായ ഞാൻ ഇനി എന്ത് ചെയ്യും, എൻ്റെ ഞാൻ ചെയ്യുന്ന പെർഫോമിലൊക്കെ ഈ ഒരു സോഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുകയും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രവർത്തനമാക്കിയിട്ട് ജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരം രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്തിൻ്റെ കൺക്ലൂഷനിലേക്ക് കടക്കുകയാണ്. I believe we have many lessons to learn from great personality like Gandhiji. I hope this letter will inspire you to learn more about him. അപ്പോൾ ഗാന്ധിജിയെ പോലെയുള്ള മഹത് വ്യക്തികളുമായിട്ടുള്ള നമ്മുടെ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് എന്ത് ചെയ്യും,
ഐ ബിലീവ് വി ഹാവ് മെനി ലെസൺസ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. ഐ ഹോപ്പ് ദിസ് ലെറ്റർ വിൽ ഇൻസ്പയർ യു ടു ലേൺ മോർ അബൌട്ട് യു. എനിക്ക് തോന്നുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു കത്ത് അദ്ദേഹത്തെക്കുറിച്ച് നിനക്ക് കൂടുതൽ അറിയാനുള്ള ഒരു വഴിത്തിരിവാകും, അല്ല ഒരു ഒരു പ്രേരണയാകും. ആൻഡ് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ. ഞാൻ ഇനി അതായത് നിൻ്റെ ഒരു മറുപടിക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതിനാണ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ. അപ്പോൾ വാം റിഗാർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പേരും സൈനൊക്കെ വെച്ച് നമുക്ക് ഈ കത്തും നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്ക്രിപ്റ്റാണ്. പക്ഷെ അത് എന്തിനുള്ള സ്ക്രിപ്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഗാന്ധിജി അഡ്രസ് ദ മാസസ് ഓൺ വാരിയസ് ഒക്കേഷൻസ് ആൻഡ് ഡെലിവേർഡ് പെർസ്യൂസീവ് സ്പീച്ചസ് ദാറ്റ് ഇൻസ്പയർഡ് മില്യൺസ് ഓഫ് പീപ്പിൾ. ഗാന്ധിജിയുടെ ആ സ്പീച്ചസ് എന്ത് ചെയ്തിട്ടുണ്ട്? കോടിക്കണക്കിന് ആൾക്കാരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. സം പീപ്പിൾ ആർ ടാലൻറ്റഡ് പബ്ലിക് സ്പീക്കേഴ്സ് വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് ദി ഗാബ്. അല്ല, ചില ആൾക്കാരെന്താണ് ആ ഒരു പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിൽ ശരിക്കും ഒരു ഗിഫ്റ്റഡ് അല്ല, ബൈ ബർത്തേ ഒരു ഗിഫ്റ്റഡ് ആയ ആൾക്കാരാണ്. ദേ ഡു നോട്ട് നീഡ് പ്രിപ്പറേഷൻ ടു ഡെലിവർ സ്പീച്ച്. അത്തരം ആൾക്കാർക്ക് അല്ലേ, ജന്മനാ അത്തരത്തിലുള്ളൊരു കഴിവുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ബട്ട് സം അതേഴ്സ് മേ നീഡ് എ സ്ക്രിപ്റ്റ്. പക്ഷെ അത്തരത്തിൽ കഴിവില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? പൊതുവേ ഒരു സ്പീച്ചിന് മുമ്പായിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കും, അല്ലേ, ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കും സ്പീച്ചിൻ്റെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഇഫ് യു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഡെലിവർ സ്പീച്ച് അറ്റ് ദ സ്കൂൾ അസംബ്ലി ഓൺ ഗാന്ധി ജയന്തി, ഹൗ വിൽ യു പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ്? ഗാന്ധി ജയന്തിക്ക് ഒക്ടോബർ 2 നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ വെച്ച് അസംബ്ലിയിൽ സ്പീച്ച് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ പറയുന്ന സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെയായിരിക്കും? Let's prepare a script of the speech highlighting Gandhiji's idea of non-violence, his admiration of the women freedom fighters, his concept of independence, etc. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു സ്പീച്ചിൽ ഓൾറെഡി നിങ്ങളിപ്പോൾ ഗാന്ധിജിയുടെ ഫ്രീഡം മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഗാന്ധിജിയുടെ ആശയങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ ഗാന്ധിജിയുടെ നോൺ വയലൻസിനെ കുറിച്ചുള്ള ഐഡിയാസും വിമൻ ഫ്രീഡം ഫൈറ്റേഴ്സിന് ഗാന്ധിജി നൽകിയ ആ ഒരു അഡ്മിറേഷനും പിന്നെ ആ ഒരു ഗാന്ധിജിയുടെ സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചുള്ള ആ ഒരു കോൺസെപ്റ്റും ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങളുടെ സ്പീച്ച് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ യു ക്യാൻ തിങ്ക് ഓഫ് ഫോളോയിങ് സ്റ്റെപ്പ് വെൻ യു ഡ്രാഫ്റ്റ് എ സ്പീച്ച്. ഒരു സ്പീച്ചിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു സാല്യൂട്ടേഷൻ, ഫസ്റ്റ് എന്ത് ചെയ്യണം? ഓഡിയൻസിനെ നമ്മളൊന്ന് ഗ്രീറ്റ് ചെയ്യണം. അതിനുശേഷം ഇൻട്രൊഡ്യൂസിങ് ദ ടോപ്പിക്, നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് പറയണം. ബോഡി ഓഫ് ദ സ്പീച്ച്, ആ ഒരു നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ പറയാൻ പോകുന്നത് ആ സ്പീച്ചിൽ, ആ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ കൺക്ലൂഷൻ അല്ലേ, ആ ഒരു കൺക്ലൂഷൻ അത് അവസാനിപ്പിക്കുക സ്പീച്ച്. അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അതിനൊരു സാല്യൂട്ടേഷൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം, പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും പോയിൻറ്റ്സിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ സ്പീച്ച് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ സ്പീച്ച് ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ മുന്നിലിരിക്കുന്നവരെ അഡ്രസ്സ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ സ്കൂളിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്പീച്ച് നടത്തുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് പറയുക? റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഹോണേർഡ് ടു സ്പീക്ക് ടു യു ഓൺ ദി സ്പെഷ്യൽ ഒക്കേഷൻ ഓഫ് ഗാന്ധി ജയന്തി which is celebrated in India every year on October 2nd as the birthday of Mahatma Gandhi. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അല്ലേ, ഇന്ത്യ ഒട്ടാകെ എന്താണ് ഈ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയായി ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ എനിക്കിവിടെ സംസാരിക്കാൻ കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നു. Gandhiji's teachings of non-violence and truth inspire all of us all the time. ഗാന്ധിജിയുടെ നോൺ വയലൻസിനെ കുറിച്ചുള്ള ആ ടീച്ചിങ്സും ഗാന്ധിജിയുടെ ആ എന്താ പറയുക സത്യസന്ധതയും ആൻഡ് ട്രൂത്ത് അല്ലേ, ആ ഒരു യാഥാർത്ഥ്യവും എല്ലാം തന്നെ എല്ലാവരെയും എല്ലാ കാലത്തും ഇൻസ്പയർ ചെയ്യുന്നവയാണ്. Reflecting on Mahatma Gandhi, I recall what his secretary Mahadev Desai wrote in his article Dreams Realized. അപ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പ്രതിഫലിപ്പിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയായ മഹാദേവ് ദേശായി എഴുതിയ ഡ്രീംസ് റിയലൈസ്ഡ് എന്ന ആർട്ടിക്കിളാണ്.
ഡ്യൂറിങ് ഹിസ് ജേർണി ടു ഇംഗ്ലണ്ട് ഗാന്ധിജി വിസിറ്റഡ് ഫ്രാൻസ്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലണ്ട് യാത്രയിൽ ഗാന്ധിജി ഫ്രാൻസ് സന്ദർശിച്ചു. ഗാന്ധിജി വാസ് വെൽക്കംഡ് ആസ് ദ സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ. അവിടുത്തെ ഫ്രാൻസിലെ കുട്ടികൾ ഗാന്ധിജിയെ ഇന്ത്യയിൽ സ്പിരിച്വൽ അംബാസിഡറായിട്ട് എന്ത് ചെയ്തു? സ്വാഗതം ചെയ്തു. ഹി സ്പോക്ക് ടു ദ സ്റ്റുഡൻസ് അബൌട്ട് ദ പവർ ഓഫ് നോൺ വയലൻസ് ആൻഡ് ദ ട്രൂ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ വിച്ച് ഹി ബിലീവ്ഡ് വാസ് ടു ബിൽഡ് ക്യാരക്ടർ. അപ്പോൾ ഗാന്ധിജി ഈ കുട്ടികളോട് നോൺ വയലൻസിൻ്റെ പവറിനെ കുറിച്ചിട്ടും യഥാർത്ഥ എഡ്യൂക്കേഷൻ, അതായത് സ്വഭാവ രൂപീകരണമാണ് യഥാർത്ഥ എഡ്യൂക്കേഷൻ അല്ലേ, അങ്ങനെയാണ് ഗാന്ധിജി വിശ്വസിക്കുന്നത്. അപ്പോൾ ആ യഥാർത്ഥ എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ ഗാന്ധിജി എന്ത് ചെയ്തു? കുട്ടികളുമായിട്ട് സംവദിച്ചു. ഹിസ് വേഴ്സ് ഡീപ്ലി ഇൻസ്പയർഡ് ദ സ്റ്റുഡൻസ് ഹു സോ ഹിം ആസ് എ ബീക്കൺ ഓഫ് ഹോപ്പ് ആൻഡ് റിലീഫ് ഫോർ ദ എക്സ്പ്ലോയിറ്റേഷൻ ബ്ലൈൻഡഡ് വെസ്റ്റ് ആൻഡ് വാർ വെറി യൂറോപ്പ്. അദ്ദേഹത്തിൻ്റെ വേർഡ്സ് ആ കുട്ടികളെ വളരെ ആഴത്തിൽ ഇൻസ്പയർ ചെയ്തു. അവർ ആ ഗാന്ധിജിയെ കാണുന്നത് ഒരു പ്രത്യാശയുടെ ഒരു ദീപമായിട്ടാണ്. കൂടാതെ ചൂഷണം ചെയ്യപ്പെട്ട അന്ധതയിൽ ചൂഷണം ചെയ്യപ്പെട്ട വെസ്റ്റിൻ്റെ ആ ഒരു ആശ്വാസവും അതേപോലെ യുദ്ധം കൊണ്ട് വലഞ്ഞ യൂറോപ്പിന് ഒരു സമാധാനവുമായിട്ടാണ് അവർ ഗാന്ധിജിയെ കണ്ടിരുന്നത്. ഈവൻ ചാർലി ചാപ്ലിൻ, ദ ഫേമസ് ഫിലിം സ്റ്റാർ, വാസ് ഡ്രോൺ ടു ഗാന്ധിജീസ് ടീച്ചിങ്സ് ആൻഡ് സെയിൻലി ലൈഫ്. വളരെ പ്രശസ്തനായ ഫിലിം സ്റ്റാറായ ചാർലി ചാപ്ലിൻ ഗാന്ധിജിയുടെ ടീച്ചിങ്സിലും ആ ഒരു സെയിൻറ്റ്ലി ലൈഫിലും സന്യാസ ജീവിതത്തിലും ആകൃഷ്ടനായി. ഇൻ ദർ മീറ്റിംഗ് ഗാന്ധിജി എംഫസൈസ്ഡ് ഹിസ് മിഷൻ ടു ഹെൽപ്പ് അൺഎംപ്ലോയിഡ് പെസൻസ് ബിക്കം സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് ആൻഡ് ക്ലോത്തിങ്. ഗാന്ധിജിയുടെയും ചാർലി ചാപ്ലിൻ്റെയും ആ ഒരു മീറ്റിങ്ങിൽ ഗാന്ധിജി എന്ത് ഊന്നി പറയുന്നുണ്ട്? ഇന്ത്യയിലെ കർഷകരുടെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം എന്നോണം അവരെ എന്താക്കണം? അവരുടെ ഫുഡിലും ക്ലോത്തിങ്ങിലും സ്വയം പര്യാപ്തമാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മീറ്റിങ്ങിൽ കടന്നു വരുന്ന കാര്യങ്ങളാണ്. ദിസ് ഷോസ് ഗാന്ധിജീസ് ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ആൻഡ് അഡ്മിറേഷൻ. ഈ കാര്യങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത് ഗാന്ധിജിയുടെ ആഗോള ആ ഒരു സ്വാധീനവും ആ ഒരു ആദരവുമൊക്കെയാണ് ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാവുന്നത്. ഗാന്ധിജി ഓൾസോ റെക്കഗ്നൈസ്ഡ് ആൻഡ് എപ്രീഷിയേറ്റഡ് ദ ഹീറോയിക് റോൾ ഓഫ് ഇന്ത്യൻ വുമൻ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. അതേപോലെ ഫ്രീഡം സ്ട്രഗിളിൽ നമ്മുടെ ഇന്ത്യൻ സ്ത്രീകൾ കാണിച്ച ആ ധീരോത്തമായ ആ പ്രവൃത്തിയൊക്കെ ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്? ഗാന്ധിജി അത് തിരിച്ചറിയുകയും അത് എപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹി ബിലീവ്ഡ് ഇൻ ദർ ലീഡർഷിപ്പ് ആൻഡ് റെസീലിയൻസ്. ഗാന്ധിജി അവരുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലും പ്രതിരോധ ശേഷിയിലൊക്കെ അങ്ങേയറ്റം വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. ഹിസ് പവർഫുൾ വേർഡ്സ് ദാറ്റ് ഇന്ത്യാസ് ഫ്രീഡം ഈസ് ബർത്ത് റൈറ്റ്. ഗാന്ധിജിയുടെ ഏറ്റവും പവർഫുള്ളായ ഒരു വേർഡാണ് എന്തെന്ന്? ഇന്ത്യയുടെ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ ജന്മാവകാശമാണ്. നോട്ട് എ ഗിഫ്റ്റ് ടു ബി ബാക്ക്ഡ് ഫോർ, റിഫ്ലക്റ്റ് ഹിസ് അൺവേവറിങ് കമ്മിറ്റ്മെൻറ്റ് ടു ജസ്റ്റിസ്. അതെന്ന് പറയുന്നത്, ഫ്രീഡം എന്ന് പറയുന്നത് എന്തല്ല, ഒരു ദാനമോ ഒരു ദാനമായി നമ്മൾ യാചിക്കേണ്ട ഒന്നല്ല, ഒരു ദാനമായി നമുക്ക് നൽകേണ്ട ഒന്നുമല്ല. റിഫ്ലക്റ്റ് ഹിസ് അൺവേവറിങ് കമ്മിറ്റ്മെൻറ്റ് ടു ജസ്റ്റിസ്. അദ്ദേഹത്തിൻ്റെ നീതിയോടുള്ള അൺവേവറിങ് അല്ലേ, അൺവേവറിങ് എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്ത ആ ഒരു കമ്മിറ്റ്മെൻറ്റ്. ഇത്തരം വാക്കുകളിലൂടെ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. അവർ ഫ്രീഡം ഫൈറ്റേഴ്സ് അച്ചീവ്ഡ് ദ ഡ്രീം ത്രൂ നോൺ വയലൻസ് ആൻഡ് നോൺ കോപ്പറേഷൻ. നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സൊക്കെ ഈ ഒരു നേട്ടം കൈവരിച്ചത് നോൺ വയലൻസിലൂടെയും നോൺ കോപ്പറേഷനിലൂടെയുമാണ്. ഡിയർ ഫ്രണ്ട്സ്, ഓൺ ദിസ് ഒക്കേഷൻ ലെറ്റ് us റിമെമ്പർ ഗാന്ധിജീസ് ടീച്ചിങ്സ്. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു കൺക്ലൂഷനിൽ പറയാണ് അല്ലേ. ഡിയർ ഫ്രണ്ട്സ്, ഈ അവസരത്തിൽ ഞാൻ ഗാന്ധിജിയുടെ ടീച്ചിങ്സ് എല്ലാം ഓർക്കുന്നു. ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ് urging all of us to uphold the values of non-violence and truth in our lives. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ സ്പീച്ച് കൺക്ലൂഡ് ചെയ്ത് താങ്ക് യു പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി ഈ ഒരു ഭാഗത്ത് ഉള്ള ആ ഒരു ആക്ടിവിറ്റീസ് കൂടെ നമുക്കൊന്ന് നോക്കാം. ആക്ടിവിറ്റി ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സ്. അപ്പോൾ റീഡ് ദ ഫോളോയിങ് സ്റ്റോറി. ഈ സ്റ്റോറി നമ്മൾ വായിക്കുക. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോറി നന്നായിട്ട് വായിക്കുക. ഇതിൽ ചെയ്യേണ്ട വർക്ക് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, ഈ ഒരു സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡ് യു എൻജോയ് റീഡിങ് ദ സ്റ്റോറി? ക്യാൻ യു ഫൈൻഡ് വേർഡ്സ് ദാറ്റ് യു ഹാവ് എൻറ്റേർഡ് ഇൻ ദ മൈ വേർഡ്സ് ലിസ്റ്റ് ഇൻ ദിസ് സ്റ്റോറി ടു? അല്ലേ, നമ്മുടെ മൈ വേർഡ്സിൽ നമ്മൾ അറിയാത്ത വേർഡ്സിൻ്റെയൊക്കെ വേർഡ്സും അതിൻ്റെ മീനിങ് ഒക്കെ നമ്മൾ എഴുതി വെക്കാറുണ്ട് ടെക്സ്റ്റിൽ. അപ്പോൾ അതേപോലെ ഈ ഒരു സ്റ്റോറിയിലും നമുക്കറിയാത്ത ഏതൊക്കെ വേർഡ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിൻ്റെ മീനിങ് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഐഡൻറ്റിഫൈ ദ വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. അപ്പോൾ നമുക്കറിയാത്ത വേർഡ്സ് ഏതൊക്കെയാണ് എന്നും അതിൻ്റെ മീനിങ് എന്താണെന്നും നമ്മൾ എഴുതുകയാണ് വേണ്ടത് ഇവിടെ. ദെൻ മീനിങ് യു ഹാവ് ഗസ്റ്റ്, യു മേ ഓൾസോ റെഫർ ടു എ ഡിക്ഷണറി. ഗസ് ചെയ്തിട്ടോ ഡിക്ഷണറി ഉപയോഗിച്ചിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, മീനിങ് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം, ഏതാണ്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്റ്റോറി നന്നായിട്ട് വായിച്ച് അതിലേതൊക്കെ വേർഡ്സിൻ്റെ മീനിങ് ആണോ നിങ്ങൾക്ക് അറിയാത്തത് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇതിലുള്ള ഈ ഒരു ലൈൻസിൽ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിലോ അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ നമ്മുടെ വേർഡ് ഗാലറി ഇല്ലേ, ഇത് ആ ഒരു ഭാഗത്തോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എഴുതി വെക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പം ഇതിൽ ഞാനിപ്പോൾ പറയുന്നത്? വെൽ നോൺ, മീനിങ് ഫേമസ്, എബൻഡൻറ്റ്, അവൈലബിൾ ഇൻ ലാർജ് ക്വാണ്ടിറ്റി, പ്രോസ്പെരിറ്റി, ബീങ് വെൽത്തി, വാർ വെറി, ടയേർഡ് ഓഫ് ഓർ വീക്കൻഡ് ബൈ വാർ, എക്സ്പൗണ്ട്, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ, ദെൻ റിറ്റാലിയേറ്റ്, ഫൈറ്റ് ബാക്ക്, അൺഫ്ലിഞ്ചിങ്, വിത്തൗട്ട് ഫിയർ. ഈ ഒരു ലൈൻസിൽ കണക്കായിട്ടുള്ള വേർഡ്സ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ആ സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാത്ത എന്തൊക്കെ വേർഡ്സ് ആണെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ മീനിങ് എഴുതി വെക്കുക. നെക്സ്റ്റ്, ഗാന്ധിജി റെഫേർഡ് ടു ആസ് ദ സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ ഇൻ ഡ്രീംസ് റിയലൈസ്ഡ്. ഐഡൻറ്റിഫൈ സിമിലർ എക്സ്പ്രഷൻ ഫ്രം ദ പാസേജ് ദാറ്റ് ഡിസ്ക്രൈബ് എ പേഴ്സൺ, എ പ്ലേസ് ഓർ ആൻ ഇവൻറ്റ് ആൻഡ് ലിസ്റ്റ് ദ ഹിൻസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ ഗാന്ധിജിയെ ഇതിൽ സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഗാന്ധിജിയെ ആ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പേഴ്സണെയോ പ്ലേസിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തെയോ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വേർഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ തന്നെ നോക്കിയേ, എക്സ്പ്ലോയിറ്റേഷൻ, ബ്ലൈൻഡഡ് വെസ്റ്റ്, അതേപോലെ ഹീലിംഗ്, ബാം, വാർ വെറി, യൂറോപ്പ്. അതേപോലെ ഒരു 3 വേർഡ്സും കൂടെ നമ്മൾ എഴുതണം. അപ്പോൾ അതെന്തൊക്കെ നമുക്ക് എഴുതാം? വെപ്പൺ ഓഫ് ദ വീക്ക്, പിന്നെ പാക്കിംഗ് ദ ബ്രെയിൻ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, പിന്നെയോ പെസൻറ്റ് പോപ്പുലേഷൻ അല്ലേ. ഇത്തരത്തിൽ വരുന്ന വേർഡ്സൊക്കെ നമുക്ക് ആ ഒരു രീതിയിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കാം. ആൻഡ് ഹിയർ ഈസ് ആൻ എക്സെപ്റ്റ് ഫ്രം ഡ്രീംസ് റിയലൈസ്ഡ്. ഹി ദെൻ വെൻറ്റ് ഓൺ ടു ഡിസ്ക്രൈബ് ഹൗ ദേ കെയിം ഔട്ട് ഓഫ് ദെയർ ഹോംസ് ഇൻ വൺ മാസ് and showed an awakening which was miraculous. The expression went on has been highlighted. What does it mean? അപ്പോൾ went on എന്ന് പറയുന്ന ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വേർഡ് അതാണ് ഫ്രേസൽ വേർബ് അല്ലേ. ഒരു വേർബിനെയും ഒരു പ്രിപ്പോസിഷനെയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് പറയുന്ന വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 വേർഡ് കൂടിച്ചേരുമ്പോൾ നമുക്ക് തികച്ചും വ്യത്യസ്തമായ വേറൊരു അർത്ഥമായിരിക്കും നമുക്ക് ലഭിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ വെൻറ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെൻറ്റോൺ നമ്മൾ പാസ്റ്റിൽ എഴുതുമ്പോഴാണ് ഗോ ഓൺ എന്ന് പറയും. ഗോ ഓൺ കണ്ടിന്യൂ. അപ്പോൾ വെൻറ്റോൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഡ്. ഓക്കെ. അപ്പോൾ വെൻറ്റ് ആൻഡ് ഓൺ ആർ 2 വേർഡ്സ് വിത്ത് ഡിഫറെൻറ്റ് മീനിങ്സ്, ബട്ട് വെൻ ദേ ആർ കമ്പൈൻഡ് ദേ ഹാവ് ടോട്ടലി ഡിഫറെൻറ്റ് മീനിങ്. വി കോൾ ദം ഫ്രേസൽ വേർബ്. അപ്പോൾ ഫ്രേസൽ വേർബിൻ്റെ ഡെഫിനേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നൗ ഐഡൻറ്റിഫൈ such expression in the passage and write their meaning in your notebook. അപ്പോൾ ഇത്തരം ഫ്രേസൽ വേർബ് കണ്ടുപിടിച്ച് അതിൻ്റെ മീനിങ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഈ പാസേജിൽ നിന്ന് ഇത്തരത്തിൽ നമുക്ക് ഫ്രേസൽ വേർബ് കിട്ടുക? ഒന്ന് ബ്രിങ് ഔട്ട്. ബ്രിങ് ഔട്ട് മീൻസ് മേക്ക് നോട്ടീസബിൾ. നെക്സ്റ്റ് ടേൺ അപ്പ്. ടേൺ അപ്പ് മീൻസ് അറൈവ് ഓർ എപ്പിയർ. ദെൻ കം ഔട്ട്. കം ഔട്ട് മീൻസ് ടു ഗോ സംവെയർ. ഓക്കെ. To go somewhere, to appear, പിന്നെ വേറെ എന്തും കൂടെ പറയാം? to be known, to be published. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഏതിന് മീനിങ് വരിക? കം ഔട്ട് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസൽ വേർബിന് മീനിങ് വരിക. അപ്പോൾ ഇതോടുകൂടി ഈ ലെസൻ്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റിയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഇത്തരം ക്ലാസ്സുകളുമായിട്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെയും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.